ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നലെ നടന്ന ICS മീറ്റപ്പിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പെട്ടെന്ന് രാവിലെ പറഞ്ഞുകൊണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മളൊരു മീറ്റപ്പ് പോലെ ഒരു ഗൂഗിൾ മീറ്റ് സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് ഇന്ന് പറയാനുള്ളത്. ഇപ്പം നമുക്കറിയാം, ഞാൻ ഇന്നലെ കുറച്ച് പേര് അതിനകത്ത് വന്നായിരുന്നു. 6-7 പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇന്നലെ ലൈവ് സെക്ഷനിൽ വന്നപ്പോൾ അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചു ഡയറക്റ്റ്ലി. അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് ഷാമി, സുനിത, ഷിഹാന, പിന്നെ ആരായിരുന്നു, അനിത എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ സഹല. ഓക്കെ, അങ്ങനെ കുറച്ച് പേരുമായിട്ട് ഇന്നലെ സംസാരിക്കാൻ പറ്റി. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇന്നലെ ഇപ്പോൾ വീഡിയോ നമ്മൾ ഏകദേശം 1 മണിക്കൂർ ലെങ്ത്തുള്ള ഒരു സെക്ഷനായിരുന്നു അത്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യണമെന്ന് ഓർത്ത് റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ നമ്മൾ ഗൂഗിൾ മീറ്റ് നമ്മൾ ലൈവ് സെക്ഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മൈക്ക് ഓണായിരുന്നു ഗൂഗിൾ മീറ്റിൻ്റെ ഇതിന് വേണ്ടി. അതുകൊണ്ട് ആ റെക്കോർഡിങ്ങിൽ ആ സൗണ്ട് വന്നില്ല, റെക്കോർഡിൽ വന്നില്ല. ഓക്കെ, സ്ക്രീൻ റെക്കോർഡിൽ ഇട്ടതിനകത്ത് ജസ്റ്റ് ആ വീഡിയോ മാത്രം നമുക്ക് കിട്ടി. ഏകദേശം 1 മണിക്കൂറുള്ള വീഡിയോ, സൗണ്ട് ഇല്ലാത്ത ഒരു വീഡിയോ കിട്ടി. ഓക്കെ, അല്ലായിരുന്നെങ്കിൽ അത് ഡയറക്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തേനെ. അപ്പോൾ അതുകൊണ്ട് അത് നടന്നില്ല. എനിവേസ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റ് സെക്ഷൻ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ് ഇതിനെക്കുറിച്ച് അത്ര ആലോചിച്ചില്ല. ഒരു ട്രയൽ നോക്കിയിട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അപ്പം അങ്ങനെ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ മാത്രമായിട്ട് കിട്ടുകയുള്ളൂ. ഓഡിയോ ഇല്ലാത്തതുകൊണ്ട് അതിനിപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു സെക്ഷൻ വെച്ചത്. ഓക്കെ, അപ്പോൾ അന്നല്ലേ ഇപ്പം ഞാൻ ഓർത്തില്ല ആരെങ്കിലും അതിനകത്ത് വരുമെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻ്റ് ആയിട്ട് നടത്തിയത് കൊണ്ടും കുറച്ച് പേര് ഒരു 8 മണി ആയപ്പോഴത്തേനും 5, 6, 7 പേരോളം അതിൽ ജോയിൻ ചെയ്തു. അപ്പം നമ്മൾ സംസാരിക്കുകയും ചെയ്തു കേട്ടറ്റിനെ കുറിച്ച്, JLTനെ കുറിച്ച്. ഓക്കെ, അതുപോലെ ഹിന്ദിയായിട്ട് ബന്ധപ്പെട്ട ഇനി വീഡിയോസിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യും. കാരണം കേട്ടറ്റിൻ്റെ ഒക്കെ ഒത്തിരി ഡൗട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇനി വരുന്ന ടൈമിൽ വീഡിയോ ചെയ്തിട്ട് April 1 തൊട്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ വെരിഫിക്കേഷനെ കുറിച്ചും ചില ഡൗട്ട്സൊക്കെ ഇന്നലെ ചോദിച്ചു. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, പിന്നെ JLTയുടെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ടീം ICS ആയിട്ട് ആദ്യമായിട്ട് സംസാരിക്കാൻ പറ്റിയതാണ്. ഓക്കെ, പക്ഷെ ആ വീഡിയോ നമുക്ക് കിട്ടിയില്ല. അത്രയാണ് കുഴപ്പം പറ്റുള്ളൂ. കുഴപ്പമില്ല, നമ്മൾ ഇനി എപ്പോഴെങ്കിലും കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കത് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. പിന്നെ ഇന്നലെ വന്നപ്പം കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1-2 മാർക്കിന് കേട്ടിട്ട് പോയവരും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതിന് അവരുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ എന്താണ് 1-2 മാർക്കിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ക്രാക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഉടൻ തന്നെ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുമായിരിക്കും. ഏകദേശം ഇതിപ്പോൾ ഫെബ്രുവരി ആണ്. മാർച്ച് വെരിഫിക്കേഷൻ നടക്കുകയാണെങ്കിൽ April, May ആകുമ്പോഴത്തേനും അടുത്ത നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഇന്നലെ കുറച്ച് സജഷൻസൊക്കെ കിട്ടിയായിരുന്നു. കുറേ ഡിസ്കഷൻ മീൻസ് നമ്മുടെ വീഡിയോസിനെ കുറിച്ച്, പ്രസൻറ്റേഷനെ കുറിച്ചൊക്കെ ഒത്തിരി സജഷൻസ് കിട്ടി. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇനിയുള്ള വീഡിയോസ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മളങ്ങനെ ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാര്യം ഇത് തന്നെയാണ്, ഒരു ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇന്നലെ വന്നവരൊക്കെ തന്നെ ഓരോരോ ഫീഡ്ബാക്ക് തന്നു. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അത് വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ബെറ്റർ ആക്കാൻ നോക്കും. പിന്നെ JLT ക്ലാസ്സസിനെ കുറിച്ച് ചോദിച്ചായിരുന്നു, അതും നമ്മൾ ആലോചിക്കാം. ഓക്കെ, കാരണം പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം വരുന്ന ടൈമിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ മീറ്റപ്പ് സെക്ഷനെ കുറിച്ച് പറയാനുള്ളത്. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. കാരണം 1 മണിക്കൂർ ഉണ്ടായിരുന്ന സെക്ഷനാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മളുടെ വീഡിയോ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, എൻ്റെ കോഫി മഗ് ജസ്റ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഞാനിപ്പം കൂടുതൽ ഡീറ്റെയിൽസ് പറയാത്തതിൻ്റെ കാരണം
അല്ലെങ്കിൽ നമ്മൾ ആ മൊത്തം സെക്ഷനിൽ വന്നിട്ടുള്ള മെയിൻ പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇനി വരുന്ന ടൈമിൽ ഓരോ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യും. കാറ്റഗറി പ്രിപ്പറേഷനെ കുറിച്ചും JLTനെ കുറിച്ചും വെരിഫിക്കേഷനെ കുറിച്ചൊക്കെ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ആ വീഡിയോസ് നമ്മൾ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇനി അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ആ രീതിയിൽ ഓരോരോ വീഡിയോസായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ഓരോരുത്തരുടെ പ്രിപ്പറേഷൻ എങ്ങനെയുണ്ടായിരുന്നു, കാറ്റഗറി പ്രിപ്പറേഷൻ ഇപ്പോൾ ക്വാളിഫൈ ചെയ്തവരുണ്ടായിരുന്നു, അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, അങ്ങനെയൊക്കെ അറിയാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇന്നലെ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.